ബി.ജെ.പി നേതൃത്വം സംസ്ഥാന തലത്തിൽ വലിയ തോതിലുള്ള അഴിച്ചുപണി നടത്താൻ കൃത്യമായും തീരുമാനിച്ച അന്നു മുതൽ അസ്വസ്ഥരായ രണ്ട് നേതാക്കളാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും. ഇപ്പോൾ തൃശൂരിലെ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട വിഷയം മുൻ എം.പി ആയ ടി.എൻ. പ്രതാപനും അതുപോലെ തന്നെ തൃശൂരിൽ പല രീതിയിൽ നടന്ന കള്ളവോട്ടുമായി ബന്ധപ്പെട്ട അനധികൃതമായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 60,000-ഓളം വോട്ടുകൾ അനധികൃതമായി ചേർക്കപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം പുറത്തു വരുമ്പോൾ ഇതിനെക്കുറിച്ച് കെ സുരേന്ദ്രൻ നടത്തിയ പരാമർശം ബി.ജെ.പിയെ മൊത്തത്തിൽ വെട്ടിലാക്കുകയാണ്. കെ സുരേന്ദ്രൻ പറയുന്നത് ഇതുവരെയും ഇടതുപക്ഷവും അതുപോലെ UDF-ഉം കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇവരോട് പോയി ചാകാൻ പറയേ എന്നൊക്കെയാണ് കെ സുരേന്ദ്രൻ തട്ടിവിടുന്നത്. 60,000 വോട്ട് ഞങ്ങൾ അങ്ങനെ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഇത്രയും അധികം സിസ്റ്റം നിലനിന്നിട്ടും കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മിടുക്കാണ്, നിങ്ങൾ അനുഭവിച്ചോ എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. വി മുരളീധരൻ ഇതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെ ചില കള്ളവോട്ടുകൾ ഒക്കെ ചേർത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ അംഗസംഖ്യയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ 11 വോട്ടുകൾ അധികം കൂട്ടിച്ചേർത്തു എന്ന് പറയുന്ന നിലപാടിൽ വി മുരളീധരൻ പറയുന്നു അത്തരത്തിൽ പല കാര്യങ്ങളും ഉണ്ട്, പല കള്ളവോട്ടും ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം 75,000 അല്ലേ, അതായത് 60,000-ഓളം കള്ളവോട്ടാണെങ്കിൽ പോലും 75,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബി.ജെ.പിയെ ന്യായീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്ന് വിചാരിച്ചാൽ അല്ലേ അല്ല. അവർ ബി.ജെ.പിയെ കുഴപ്പത്തിലാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ബി.ജെ.പിയുടെ യഥാർത്ഥ നാണം കെട്ട നാറിയ കളി പുറത്തു കൊണ്ടുവരികയാണ് ഈ രണ്ട് നേതാക്കളും. വാസ്തവത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തെ കുഴപ്പത്തിലാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനു മുമ്പ് നടക്കാൻ പോകുന്ന, ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അള്ളുവെക്കാൻ പരമാവധി ശ്രമിക്കുകയാണ് ഇവർ രണ്ടുപേരും എന്നാണ് പൊതുവേ ഉള്ള നിലപാട്. അതായത് സുരേഷ് ഗോപിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പണി കൊടുക്കാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫലമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപി 2029-ലും 2034-ലും തൃശ്ശൂരിൽ ജയിച്ച് MP ആകും, അത് കള്ളവോട്ടിലൂടെ തന്നെയാകും എന്ന ധ്വനിയാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ മുമ്പിൽ ഗീർവാണം വിടും പോലെ പ്രസംഗിച്ചിരിക്കുന്നത്. ഇത് നടപടി എടുക്കേണ്ട വിഷയം തന്നെയാണ്, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കേണ്ട കാര്യം തന്നെയാണ് എന്നുള്ളത് കൃത്യമായി ഇടതുപക്ഷത്തിനകത്തും അതുപോലെ UDF-ലെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരണവുമായി രംഗത്ത് വരികയാണ്. 2,93,000 വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തം കിട്ടിയ വോട്ട്. അതെങ്ങനെയാണ് 4,25,000-ലേക്ക് കുതിച്ചു കയറുന്നത് എന്നുള്ളത് വലിയ സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. ഒല്ലൂരിലും പുതുക്കാട്ടിലും ഒക്കെ വലിയ തോതിലുള്ള വോട്ട് ഷെയർ വർധനവും അതുപോലെ 15,000-ഓളം വോട്ടിന് ഒല്ലൂരിൽ ലീഡ് ചെയ്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ളതും CPI-യുടെ സ്ഥാനാർത്ഥിയായിരുന്ന അവിടുത്തെ CPI-യുടെ ഒരു ജനകീയ മുഖമായ VS സുനിൽകുമാർ നേരത്തെ പറഞ്ഞതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ കെ സുരേന്ദ്രനും വി മുരളീധരനും തട്ടിവിട്ടിരിക്കുന്നത്.